ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു തല്ലുകൊള്ളി. നമ്മളിന്നൊരു പബ്ലിക് ചലഞ്ച് ആയിട്ടാണ് എത്തിക്കുന്നത്. നമ്മുടെ സാധാരണ നമ്മൾ നാലാളായിട്ട് കളിക്കാറുള്ള കുസൃതി ചോദ്യങ്ങൾ ഇന്ന് നമ്മൾ പബ്ലിക്കിനോടും കൂടി ചോദിച്ച് അവരുടെ ആൻസറും കൂടി നോക്കാം കേട്ടോ. ചോദ്യം ചോദിച്ച് മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എന്തുണ്ട്, സമ്മാനമുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു തല്ലുകൊള്ളി. അപ്പം നമ്മളിന്നൊരു വെൽക്കം ബാക്ക് ടു തല്ലുകൊള്ളി. അപ്പം നമ്മളിന്നൊരു കുസൃതി ചോദ്യമായിട്ട് പബ്ലിക്കിൻ്റെ അടുത്ത് എത്തിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു ഫാമിലിയാണ് എത്തിക്കുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങളോട് ഇതാണ്: ഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും അപകടകരമായ ഗ്രഹം ഏത്? സിമ്പിളാണ്, അധികം കാട് കയറണ്ട. ക്ലൂ അത്ര കുസൃതിയാണ്, കാട് കയറിയേ വേണ്ട. ഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും അപകടകരമായ ഗ്രഹം ഏത്? കിട്ടിയോ? എവിടെ കിട്ടിയോ? പറഞ്ഞോളൂ. കുസൃതിയാ ആണ്. അപ്പോ അടുത്തൊരു ചോദ്യം ചോദിക്കാം. അടുത്തൊരു, നിങ്ങൾ മോസ്റ്റ് ഓഫ് ഗേൾസ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്: പെൺകുട്ടികൾ ചിരിക്കുമ്പോൾ വാ പൊത്തുന്നത് എന്തുകൊണ്ട്? യെസ്, കറക്റ്റ് ആയിട്ടോ. കൺഗ്രാറ്റുലേഷൻ. ഗിഫ്റ്റ് ഉണ്ട്. ഞങ്ങളുടെ ചാനലിന്റെ പേര് തല്ലുകൊള്ളി, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു തല്ലുകൊള്ളി. അപ്പൊ നമ്മൾ ഇന്ന് പബ്ലിക്കിനോട് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നേക്കാണ്. ഓക്കെ, കാലിൽ പിടിച്ചാൽ തോളിൽ കേറുന്നത് എന്ത്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഈ മഴയത്തും വെയിലത്തൊക്കെ യൂസ് ചെയ്യും. കൊട. യെസ്, കറക്റ്റ് ആണ്. ഓക്കെ, ഹിന്ദിക്കാർ പോക്കറ്റിലും മലയാളികൾ അടുപ്പിലും വെക്കുന്ന സാധനം. ഹിന്ദിക്കാർ പോക്കറ്റില് പെൻ. ഓക്കെ, കറക്റ്റ് ആണ്. ഓക്കെ, അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതും കൂടി കിട്ടിയ എന്തായാലും സമ്മാനം ഉണ്ട് കേട്ടോ. ഓക്കെ, വെട്ടും തോറും നീളം കൂടുന്നത് എന്ത്? മുടി. നമ്മൾ ഉദ്ദേശിച്ചതല്ല, അത് ഏകദേശം കറക്റ്റ് ആണ്. തോറും നീളം കൂടുന്നത് മുടിയല്ല, കുഴി. ഒരു ക്ലൂ. നമ്മുടെ ആൻസർ വഴിന്നാണ് കേട്ടോ. വഴി വെട്ടുക എന്ന് പറയില്ലേ പണ്ട്, അങ്ങനെ. എന്നാലും മുടി കറക്റ്റ് ആൻസർ ആണ്. എന്നാലും ഒരെണ്ണം കൂടി ചോദിക്കാം കേട്ടോ. ചിരിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം ഏതാണ്? അതെ, കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഗിഫ്റ്റ് ഉണ്ട്. താങ്ക് യു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. തല്ലുകൊള്ളി. താങ്ക് യു. നിങ്ങളോടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദ്യം എത്തി. കണക്ക് പുസ്തകം ഒരിക്കലും ഹാപ്പി ആവില്ലേ, എന്തുകൊണ്ട്? പ്രോബ്ലം ഉള്ളതുകൊണ്ട്. യെസ്, കറക്റ്റ് ആണ്. ഓക്കെ, നമ്മളിൽ ഭൂരിഭാഗം ആളുകളും കഴിക്കുന്ന ആന. കുസൃതിയാണ്. നമ്മള് ഭൂരിഭാഗം ആളുകളും ഇത് കഴിക്കും. അത് ഏത് ആനേനെയാണ്? ഏത് ആനേനെയാണ് നമ്മൾ ഭൂരിഭാഗം കഴിക്കുക? ഇതൊരു കഴിക്കണ സാധനമാണ്. ഒരു സാധനത്തിന് ഇംഗ്ലീഷിൽ നമ്മൾ പറയും, കേരളത്തില് യെസ്, കറക്റ്റ് ആണ്. 3 ക്വസ്റ്റ്യൻ കറക്റ്റ് ആക്കിയ ഗിഫ്റ്റ് ഉണ്ട്. അടുത്തത് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയെ ബന്ധപ്പെട്ട ഒരു സാധനമാണ്. ഗൂഗിളിന് പട്ടി കടിച്ചാൽ എന്ത് സംഭവിക്കും? യെസ്, കറക്റ്റ് ആണ്. എന്തായാലും ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ. ഓക്കെ, നമ്മുടെ ഗിഫ്റ്റ് ആണ്. താങ്ക് യു. 3 ചോദ്യങ്ങൾക്ക് കറക്റ്റ് ഉത്തരം വന്ന സമ്മാനത്തെ. ഓക്കെ, തേനീച്ച മൂളുന്നത് എന്തുകൊണ്ട്? അല്ലല്ല, അല്ല. എന്തുകൊണ്ട് തേനീച്ച മൂളുന്നേ? യെസ്, അതാണ് കറക്റ്റ്. ഓക്കെ, അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യമാണ്: കണ്ണുള്ളവർക്കും കണ്ണില്ലാത്തവർക്കും ഒരേപോലെ കാണാവുന്നത് എന്ത്? അത് കറക്റ്റ് ആണ്. നമ്മുടെ ഉത്തരം വേറൊരു ഉത്തരം. അത്
മിക്കവരും കാണും കിടക്കുമ്പോ ആ അതാണ് അതിന്റെ ഉത്തരം. എന്നാലും ഇരുട്ടും കറക്റ്റ് ആണ്. എങ്ങനെ എഴുതിയാലും ശരിയാവാത്തത് എന്ത്? ഓ ആണോ? അത് ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കട്ടെ. ആ ചോദ്യം ഓക്കെ. ദൈവം മനുഷ്യന് കൊടുത്ത ഏറ്റവും വലിയ വരം ഏത്? വരം വരം ദൈവം മനുഷ്യന് കൊടുത്ത ഏറ്റവും വലിയ വരം വരം കുസൃതിയാണ്. ആ ലെവലിൽ ചിന്തിച്ചാൽ മതി. ഏത് വരാണ് ദൈവം മനുഷ്യന് കൊടുത്തത്? പറയാം. ക്ലൂ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് വരം. ഒരു വേർഡ് അതിന്റെ ലാസ്റ്റ് വരം. വരം വരം ഏത് വരാ? ഇല്ല, ഒരു വേർഡ് അതിന്റെ ലാസ്റ്റ് വരം എന്ന് പറഞ്ഞ അവസാനിക്കുക. അതാണ് അതിന്റെ ഉത്തരം. കിട്ടോ? സിമ്പിളാ. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാത്തത് വിവരം. ലാസ്റ്റ് വരം വരുന്നത് ഓക്കെ. ലാസ്റ്റ് ചപ്പാത്തിയും ചിക്കൻ കുനിയും തമ്മിലുള്ള വ്യത്യാസം എന്ത്? സിമ്പിള്. ഇത് നിങ്ങള് ഒരു ഭാവനയിൽ അങ്ങോട്ട് ചിന്തിച്ച് പറഞ്ഞാൽ മതി. ചപ്പാത്തിയും ചിക്കൻ കുനിയും തമ്മിലുള്ള വ്യത്യാസം. വേണം. ചിക്കൻ കറിയല്ല. അപ്പൊ അതല്ല ഉത്തരം. എന്താ വ്യത്യാസം? ഒരു ചോദ്യം ചോദിക്കില്ല. ചപ്പാത്തി മനുഷ്യന്മാര് വരുത്തും, ചിക്കൻ കുനിയെ കൊതു വരുത്തും. അതാണ് ഉത്തരം. ലാസ്റ്റ് അത് പറഞ്ഞ സമ്മാനം. ഏത് ഭാഷയും എഴുതാൻ പറ്റുന്ന കണ്ടുപിടുത്തം. ഇത് ഇത്തിരി ജനറൽ നോളേജ് ആണ്. ഇതിൽ ഏത് ഭാഷയും എഴുതാൻ പറ്റും. ആ ഒരു കണ്ടുപിടുത്തം ഏതാ? ആ അത് കറക്റ്റ്. ഓക്കെ. എന്തായാലും എത്രയും സഹകരിച്ചതിന് നന്ദി. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തല്ലുകൊള്ളി ചാനൽ കൊള്ളി. പബ്ലിക് ചലഞ്ച് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചലഞ്ചിൽ പങ്കെടുത്ത് സഹകരിച്ച എല്ലാവർക്കും നന്ദി കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല.